ഞാൻ ഈ 2-3 ദിവസമായിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്യുന്നപ്പോൾ വെറുതെ അതിന് റീൽസ് നോക്കിയപ്പോൾ ഞാൻ കണ്ടായിരുന്നു ഗാസ എന്ന് പറഞ്ഞാൽ ഗാസ എന്നുള്ളൊരു പേരാണ് കാണുന്നത്. എന്നിട്ട് ഈ പറയുന്ന പാവപ്പെട്ട പിള്ളേരുടെ കണ്ണീരൊഴുക്കുന്ന ഈ ഇതും അതുപോലെ തന്നെ അതന്നെ ആഡായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ അവസ്ഥ തന്നെയായിരുന്നു 2021. ഇങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ടായിരുന്നു. അതായത് 2021 കാലഘട്ടങ്ങളിലൊക്കെ ഹമാസ് എങ്ങനെയാണ് ആയുധങ്ങൾ വാങ്ങിച്ചെന്നുള്ളത് ഇതുപോലെയുള്ള യൂറോപ്യൻസിന്റെ ഇന്ത്യൻസിന്റെ ഒക്കെ ഇങ്ങനെയുള്ള ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ്, ഗാസയിലുള്ള ആൾക്കാരുടെ ഒക്കെ അഡ്വർടൈസ്മെന്റ് പുറത്തിട്ടിട്ട് ഈ വരുന്ന കാശൊക്കെ എടുത്തിട്ടാണ് ഇവന്മാർ ആയുധങ്ങൾ ഉണ്ടാക്കിയും തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കി ഈ അവിടെ വലിയൊരു സാമ്രാജ്യം അവർ സ്ഥാപിച്ചതും. ഇതേ ആശയം തന്നെയായിരിക്കാം ഇനി ഈ പറയുന്ന അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് കാണുന്നത്. ശരിക്കും ആൾക്കാർക്ക് ഗാസയിലെ ജനങ്ങളെ സഹായിക്കണം എന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എന്ത് സംഭവിക്കുന്നു, അവിടുത്തെ ഈ ഹമാസിന്റെ അധികാരമോഹം കൊണ്ടും അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണം കൊണ്ടും ഈ പറയുന്ന ഗാസയിലെ യഥാർത്ഥ ആളുകൾക്ക് ഇതിന്റെ യഥാർത്ഥമായ ഒരു അവകാശം കിട്ടുന്നില്ല. എല്ലാം തീവ്രവാദികൾ എടുത്തുകൊണ്ട് പോവാണ്. അവിടുത്തെ ആളുകളെ തന്നെ ഇതിന്റെ മുമ്പിൽ ഒരു സ്കേപ്പ് ഗോട്ട് എന്ന് പറയും, ബലിയാടുകളാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ഹമാസ് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദി സംഘടന അല്ലെങ്കിൽ ഈ സംഘടന ഒരു നല്ല സംഘടനയായിരുന്നെങ്കിൽ ഈ പറയുന്ന സ്കൂളുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ സിവിലിയൻ താമസിച്ച സ്ഥലങ്ങൾക്ക് ഇവരെ മിലിറ്ററി ബേസ് വെച്ചിട്ട് ഈ പറയുന്ന ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുമോ? ഏതെങ്കിലും രാജ്യം അങ്ങനെ ചെയ്യും? ഏതെങ്കിലും രാജ്യം ഒരു ഹോസ്പിറ്റൽ അങ്ങനെ ചെയ്യൂ? ഇല്ല, ചെയ്യില്ല. എന്തുകൊണ്ടാണ് ഹമാസ് ചെയ്യുന്നത്? ഹമാസിന്റെ ഉദ്ദേശം എന്താണ്? ഹമാസിന്റെ ഉദ്ദേശം അവരെ പാലസ്തീനികൾക്ക് വെൽഫെയർ അല്ല. ഇവരുടെ ഉദ്ദേശം പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ശരിയാ നിയമം ആ മുസ്ലിം ബ്രദർഹുഡിന്റെ അതേ ആശയങ്ങളാണ് ഇവര് പുറത്തേക്ക് വിടുന്നത്.